വിശ്വാസികളെ, പരിശുദ്ധനായ ലൂക്കോസ് ഏവങ്കലിസ്ത എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഹൃദയമായ പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം, സ്നേഹപൂർവമായ സേവനം, ദൈവരാജ്യത്തിലെ പങ്കാളിത്തം എന്നിവയെക്കുറിച്ച് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. 4-5 ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1. പരിശുദ്ധ കുർബാന, പുതിയ നിയമത്തിൻ്റെ സ്ഥാപനം. യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഇരുന്ന അപ്പം എടുത്തു പ്രകാരമായി പറഞ്ഞു, ഇത് നിങ്ങൾക്കായി ഞാൻ നൽകുന്ന എൻ്റെ ശരീരം. അതുപോലെ പാനപാത്രം എടുത്ത്, ഇത് എൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമം. ഇതൊരു സ്മരണ മാത്രമല്ല, ജീവിക്കുന്ന സാക്ഷാത്കാരമായിട്ടാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുന്നത്. പരിശുദ്ധ കുർബാന അമൃതത്തിൻ്റെ ഔഷധമാണ് എന്ന് അന്ത്യോക്യയിലെ പരിശുദ്ധനായ ഇഗ്നാത്യോസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പവും വീഞ്ഞും ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമാകുന്നു, വിശ്വസ്തത്തോടെ സ്വീകരിക്കണമെന്ന് ജെറുസലേമിലെ പരിശുദ്ധനായ സിറിലും പരിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നു. പരിശുദ്ധ കുർബാനയിൽ നാം ക്രിസ്തുവിനോടൊത്താണ് സംബന്ധിക്കുന്നതെന്നുള്ള ഓർമ്മ എപ്പോഴും വേണം. 2-ാമത്തെ ചിന്ത എന്നുള്ളത് ദ്രോഹത്തിൻ്റെ നിഴൽ, മനുഷ്യ ഹൃദയത്തിൻ്റെ ദൗർബല്യം. എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ എൻ്റെ കൂടെയുണ്ട് എന്ന് യേശു തമ്പുരാൻ പറയുന്നുണ്ട്. ഈ മഹത്തായ വിരുന്നിൻ്റെ നടുവിൽ പോലും ദ്രോഹവും ഒറ്റിക്കൊടുക്കലുമൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സിറിയയിലെ പരിശുദ്ധനായ എഫ്രൈം പറയുന്നുണ്ട്, കൃപയുടെ മേശയ്ക്കടുത്തും മനുഷ്യഹൃദയം വഴുതിപ്പോകാമെന്ന്. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ പോലും നമുക്ക് അത്യന്താപേക്ഷിതമായ പ്രാർത്ഥനയും ജാഗ്രതയും ആവശ്യമാണ് എന്ന് ഇതിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 3-ാമത്തെ ചിന്ത എന്നുള്ളത് മഹത്വത്തെക്കുറിച്ചുള്ള തർക്കം, വിനയത്തിൻ്റെ അഭാവമാണിത്. ശിഷ്യന്മാർ തമ്മിൽ തർക്കിച്ചു, ആരാണോ വലിയവൻ? യേശു മറുപടി നൽകുന്നുണ്ട്, നിങ്ങളിൽ വലിയവൻ ചെറിയവനായി ഇരിക്കട്ടെ എന്ന്. വലിയമാർ ബസേലിയോസിൻ്റെ വാക്കുകളാണ് ഇതിൽ പ്രശസ്തം. വിനയം ദൈവരാജ്യത്തിലേക്കുള്ള ആദ്യ പടിയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ മഹത്വം സേവനത്തിലാണ് ആരംഭിക്കുന്നതെന്നും പിതാവ് നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തു പറഞ്ഞതുപോലെ, ഞാൻ ശുശ്രൂഷിക്കപ്പെടുവാൻ വേണ്ടിയല്ല, ശുശ്രൂഷിക്കുവാനായിട്ടാണ് കടന്നു വന്നുള്ള ആ തിരുവചനം നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ ചിന്തകളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും എപ്പോഴും ഹൃദ്യസ്ഥമായിരിക്കണം. 4-ാമത്തെ ചിന്ത എന്നുള്ളത് സേവനം, ക്രിസ്തുവിൻ്റെ മാതൃകയാണ്. യേശു പറയുന്നുണ്ട്, ഞാൻ നിങ്ങളിൽ സേവിക്കുന്നവനായിരിക്കുന്നുവെന്ന്. സെൻറ്റ് ഗ്രിഗറി ദ തിയോളജിയൻ്റെ വാക്കുകളാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവം തന്നെ മനുഷ്യനായി സേവനായി ഭൂമിയിലേക്ക് കടന്നു വന്നുവെന്ന്. നമ്മുടെ ജീവിതവും സേവനത്തിലൂടെ പ്രകാശപൂരിതമായിരിക്കണമെന്ന് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 5-ാമത്തെ ചിന്ത എന്നുള്ളത് പരീക്ഷണങ്ങളിൽ സ്ഥിരത, വിശ്വാസത്തിൻ്റെ വഴി എന്നുള്ളതാണ്. നിങ്ങൾ എൻ്റെ പരീക്ഷണങ്ങളിൽ, എൻ്റെ ത്യാഗങ്ങളിൽ എന്നോടൊപ്പം നിന്നു എന്ന് യേശു പറയുന്നുണ്ട്. ക്രിസ്തുവിനെ പിന്തുടരുന്നത് എളുപ്പമല്ല. അതിൽ കഷ്ടതകളും പരീക്ഷണങ്ങളും അനവധിയായിട്ടുണ്ടാകും. പരീക്ഷണങ്ങൾ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നുവെന്ന് പരിശുദ്ധനായ മാക്സിമസ് ദ കൺഫസർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. പരീക്ഷണങ്ങൾ വിശ്വാസത്തെ ശക്തീകരിച്ച് ജീവിതത്തേക്ക് നയിക്കുന്നു. നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിലിരിക്കും. ഇത് ഒരു വലിയ വാഗ്ദാനമാണ്. നിത്യജീവിതത്തിൽ ക്രിസ്തുവിനോടൊപ്പമുള്ള പങ്കാളിത്തമാണ് നമുക്ക് ആവശ്യം. പരിശുദ്ധ കുർബാന ഭൂമിയിലെ സ്വർഗീയ വിരുന്നിൻ്റെ ഒരു മുന്നൊരുക്കമായി നമുക്ക് കാണാൻ സാധിക്കും. അല്പം ഉൾച്ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. വിശുദ്ധ കുർബാന ക്രിസ്തുവിനോടൊപ്പമുള്ള ഐക്യമാണ്. ദൈവസന്നിധിയിൽ പോലും ജാഗ്രത അത്യന്താപേക്ഷിതമാണ്. വിനയം ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. പരീക്ഷണങ്ങൾ വിശ്വാസത്തെ ശക്തീകരിക്കുന്നു. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നാം ഒരു തീരുമാനമെടുക്കണം. പരിശുദ്ധ കുർബാനയെ ആദരിക്കണം. വിനയത്തോടെ ജീവിക്കാം. സേവനത്തിലൂടെ ക്രിസ്തുവിനെ അനുസരിക്കാം.
അപ്പോൾ നാം ദൈവരാജ്യത്തിൽ അവനോടൊപ്പം ഇരിക്കുവാനുള്ള അനുഗ്രഹവും പ്രാപിക്കും. ദൈവം നമ്മളെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.